നമസ്കാരം. കരുവന്നൂരിൽ രണ്ടും കൽപ്പിച്ചാണ് ഇഡിയും കേന്ദ്രവുമെന്ന് CPM-ന് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. ഈ കേസിൽ അന്വേഷണം തുടങ്ങിയപ്പോൾ മുതൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കലും തെളിവ് ശേഖരിക്കലും ഒക്കെ നടക്കുന്നുണ്ട്. എന്നിട്ടും ഇത്ര നാളും CPM പറഞ്ഞുകൊണ്ടിരുന്നത് രാഷ്ട്രീയ പ്രേരിത വേട്ടയാടൽ എന്നാണ്. പക്ഷേ കേന്ദ്രം അതിനൊന്നും ചെവി കൊടുത്തില്ല എന്ന് മാത്രം. അവർ നടപടികൾ തുടർന്നുകൊണ്ടേയിരുന്നു. അന്തർധാര എന്നൊക്കെ വിളിച്ചുകൂവി മാധ്യമങ്ങൾ എങ്കിലും ഒരു ധാരയും ഇപ്പോഴത്തെ നടപടികളിൽ നിന്ന് വ്യക്തമാകുന്നതുമില്ല. അതുകൊണ്ട് കൂടുതൽ കളിച്ചാൽ പണിയാകുമെന്ന് വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട് CPM. അതുകൊണ്ട് നയം മാറ്റുകയാണ് ഇപ്പോൾ. ഇഡിയുടെ സമൻസിനെയൊക്കെ കളിപ്പീരായി കാണണ്ട എന്നതാണ് ഇപ്പോഴത്തെ നയം. അരവിന്ദ് കെജ്രിവാളിന്റെ അവസ്ഥ കൺമുൻപിൽ കാണുന്നത് കൊണ്ട് തന്നെ CPM തൃശൂർ ജില്ലാ സെക്രട്ടറിക്ക് നോട്ടീസ് അയച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടിയെ കരുതലോടെ മാത്രമേ സമീപിക്കൂ എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ബുധനാഴ്ച ഹാജരാകാൻ നിർദ്ദേശിച്ചാണ് MM വർഗീസിന് ED നോട്ടീസ് നൽകിയിരിക്കുന്നത്. എന്നാൽ സമൻസ് കിട്ടിയിട്ടില്ലെന്നാണ് വർഗീസിന്റെ നിലപാട്. ഈ നിലപാട് ഏതവസ്ഥയിലേക്ക് വർഗീസിനെ എത്തിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയും വരും. പാർട്ടിയുമായി ആലോചിച്ച് ഹാജരാകുന്നതിൽ തീരുമാനമെടുക്കുമെന്നും വർഗീസ് പറയുന്നുണ്ട്. അതിനിടെ ബുധനാഴ്ച ഹാജരാകേണ്ടതില്ലെന്ന നിർദ്ദേശം വർഗീസിന് CPM നൽകിയിട്ടുമുണ്ട്. തിരഞ്ഞെടുപ്പ് തിരക്കുകൾ ചൂണ്ടിക്കാട്ടി EDക്ക് അവധി അപേക്ഷ നൽകാനാണ് ഇപ്പോഴത്തെ തീരുമാനം. പരമാവധി ചോദ്യം ചെയ്യൽ നീട്ടിയെടുക്കാനാവും ശ്രമിക്കുക. വോട്ടെടുപ്പ് കഴിയും വരെ കരുവന്നൂരിൽ ആരും അറസ്റ്റിലാകുന്നില്ലെന്ന് ഉറപ്പിക്കാനാണ് ഇതിലൂടെ ശ്രമിക്കുക. EDയുടെ ആരോപണങ്ങളെല്ലാം CPM നിഷേധിക്കും. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെയും ചോദ്യം ചെയ്യുന്നത് ED പരിഗണനയിലുണ്ടെന്നാണ് റിപ്പോർട്ട്. ബാങ്ക് തട്ടിപ്പിൽ CPM-ന് പങ്കുണ്ടെന്നാണ് ED വ്യക്തമാക്കുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷനും ധനമന്ത്രാലയത്തിനും റിസർവ് ബാങ്കിനും അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ പങ്കുവെച്ച് ED കത്ത് നൽകിയിരുന്നു. ചട്ടങ്ങൾ ലംഘിച്ച് ബാങ്കിൽ പാർട്ടി അക്കൗണ്ടുകൾ തുറന്നെന്നാണ് EDയുടെ കണ്ടെത്തലുണ്ടായിരിക്കുന്നത്. തൃശൂരിൽ 17 ഏരിയ കമ്മിറ്റികളുടെ കീഴിൽ ഏകദേശം 25-ലേറെ രഹസ്യ അക്കൗണ്ടുകൾ കണ്ടെത്തുകയും കഴിഞ്ഞ 10 വർഷത്തിനിടെ 100 കോടിക്ക് മുകളിലുള്ള ഇടപാടുകൾ ഇവയിലൂടെ നടന്നതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഗുരുതര ആരോപണങ്ങളാണ് ED ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് കാലത്തെ ചോദ്യം ചെയ്യൽ വിനയാകുമെന്ന് CPM കരുതുന്നു. കരുവന്നൂർ ബാങ്കിൽ 5 രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടെന്ന ആരോപണം ഡിസംബർ 2-ലെ ചോദ്യം ചെയ്യലിൽ വർഗീസ് തള്ളിയിരുന്നു. ഇതോടെ മറ്റൊരു കാര്യവും കൂടി സംഭവിച്ചിട്ടുണ്ട്. കരുവന്നൂരിൽ തട്ടിപ്പിനിരയായവർക്ക് നീതി ഉറപ്പാക്കാനായി സുരേഷ് ഗോപി നയിച്ച പദയാത്ര വൻ വിജയമായിരുന്നു. സഹകരണ കൊള്ളയ്ക്കെതിരെ കരുവന്നൂരിൽ നിന്ന് തൃശൂരിലേക്ക് പദയാത്ര നടത്തിയതിന് നടൻ സുരേഷ് ഗോപിക്കും K സുരേന്ദ്രനും അടക്കമുള്ളവർക്കെതിരെ കേസെടുത്തിരുന്നു. തട്ടിപ്പിന് ശ്രമിച്ചവരെ മുഴുവൻ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. അതേ രീതിയിൽ തന്നെ EDയുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ബന്ധപ്പെട്ടവരെല്ലാം അറസ്റ്റിലാകാനുള്ള സാധ്യതയും കൂടുതലാണ്. തിരഞ്ഞെടുപ്പ് സമയത്ത് ED കരുവന്നൂരിൽ കടുപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വർഗീസിനെ 6ാം തവണയാണ് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്. 4 തവണ വർഗീസ് ഹാജരായി. അന്ന് ഈ ആരോപണങ്ങളെല്ലാം വർഗീസ് നിഷേധിച്ചിരുന്നു. തൃശൂർ കരുവന്നൂർ സഹകരണ ബാങ്കിൽ CPM-ന് 5 രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടെന്നും വിവരം തിരഞ്ഞെടുപ്പ് കമ്മീഷനും റിസർവ് ബാങ്കിനും കൈമാറിയെന്നും ED വിശദീകരിക്കുന്നുണ്ട്. തൃശൂർ ജില്ലയിലെ വിവിധ സഹകരണ ബാങ്കുകളിലുള്ള CPM-ന്റെ 25 അക്കൗണ്ടുകളുടെ വിവരങ്ങൾ വാർഷിക ഓഡിറ്റ് സ്റ്റേറ്റ്മെന്റിൽ വെളിപ്പെടുത്തിയിട്ടില്ലെന്നും കമ്മീഷന് കൈമാറിയ കത്തിൽ പറയുന്നു. വിവരങ്ങൾ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിനും കൈമാറിയിട്ടുണ്ട്. നിയമവിരുദ്ധമായാണ് ഈ അക്കൗണ്ടുകൾ ആരംഭിച്ചതെന്നാണ് ആരോപണം. വിഷയത്തിൽ RBI അന്വേഷണം ED ആവശ്യപ്പെടുന്നുണ്ട്. കേരള സഹകരണ സംഘം നിയമവും ചട്ടങ്ങളും പ്രകാരം അക്കൗണ്ടുകൾ തുറക്കണമെങ്കിൽ സംഘത്തിൽ അംഗത്വം എടുക്കണം. എന്നാൽ CPM കരുവന്നൂർ ബാങ്കിൽ അംഗത്വം എടുത്തിട്ടില്ലെന്നാണ് EDയുടെ കണ്ടെത്തൽ. ബ്രാഞ്ച് ലോക്കൽ സെക്രട്ടറിമാരുടേതടക്കം പേരുകളിലാണ് ഈ അക്കൗണ്ടുകൾ എന്നാണ് കണ്ടെത്തൽ. CPM ഓഫീസുകൾക്ക് സ്ഥലം വാങ്ങാനും പാർട്ടി ഫണ്ട്, ലെവി എന്നിവ പിരിക്കാനുമാണ് ഈ അക്കൗണ്ടുകൾ ഉപയോഗിച്ചത് എന്നാണ് ആരോപണം. തൃശൂർ ജില്ലയിൽ 17 ഏരിയ കമ്മിറ്റികളുടെ പേരിൽ 25 അക്കൗണ്ടുകൾ വിവിധ സഹകരണ ബാങ്കുകളിൽ പാർട്ടിക്കുണ്ട്
ഉണ്ടെന്നും ഇ.ഡി. പറയുന്നു. കരുവന്നൂർ ബാങ്കിലെ 150 കോടിയുടെ തട്ടിപ്പ് സംബന്ധിച്ച അന്വേഷണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ജനുവരിയിൽ ഇ.ഡി. നൽകിയ കത്തിലാണ് CPM-നെ പ്രതിരോധത്തിലാക്കുന്ന വെളിപ്പെടുത്തലുകൾ ഉള്ളത്. സഹകരണ സംഘം നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ചാണ് അക്കൗണ്ടുകൾ ആരംഭിച്ചത്. കരുവന്നൂർ ബാങ്കിൽ അംഗത്വമില്ലാതെയാണ് അക്കൗണ്ടുകൾ തുറന്നത്. അക്കൗണ്ട് എടുക്കാൻ അംഗത്വം വേണമെന്ന ചട്ടം പാലിച്ചില്ലെന്നും ഇ.ഡി. പറയുന്നുണ്ട്. നന്ദി.